ഹായ് സ്റ്റുഡൻസ്, സിവിൽ ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മളിന്ന് എസ്റ്റിമേഷനിലെ ക്വാണ്ടിറ്റി കാൽക്കുലേഷനാണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. ഫോർ 12 mm തിക്ക് പ്ലാസ്റ്ററിംഗ് വിത്ത് സിമെൻറ്റ് മോർട്ടാർ റേഷ്യോ 1:3 ഓൺ 100 m² സീലിംഗ് ദ ക്വാണ്ടിറ്റി ഓഫ് സിമെൻറ്റ് റിക്വയർഡ് ഈസ്. എവിടെയും സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ് കാണേണ്ടത്. ക്വസ്റ്റ്യൻ എന്നതൊക്കെ പറയുന്നുണ്ട് 12 mm തിക്കിലാണ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ദെൻ മോർട്ടാറിൻ്റെ റേഷ്യോ, സിമെൻറ്റ് മോർട്ടാറിൻ്റെ റേഷ്യോ 1:3 എന്ന് പറയുന്നുണ്ട്. സീലിംഗ് ആണ് പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടത്. സീലിങ്ങിൻ്റെ ഏരിയ എത്രയാണ്? 100 m² ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കിട്ടും. ഓക്കെ, 12 mm തിക്നെസ് വരുമ്പോൾ 12 mm തിക്നെസ്സിലാണ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ അതിൽ വോളിയം നമുക്കറിയണം. അതായത് ഫൈൻ അഗ്രിഗേറ്റിൻ്റെ, ആ സിമെൻറ്റ് മോർട്ടാറിൻ്റെ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം നമുക്കറിയണം. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് പഠിച്ചു. പ്ലാസ്റ്ററിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എത്രയാണ്? 10 m² ആണ്. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്, പ്ലാസ്റ്ററിങ്ങിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര ആണ്? 10 m² ആണ്. മെഷറിംഗ് യൂണിറ്റോ? മെഷറിംഗ് യൂണിറ്റ് m² ആണ്. പ്ലാസ്റ്ററിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഏതാണ്? 10 m² ആണ്. ഓക്കെ, 10 m² ആണ്. ആ ഒരു കാര്യം ഓർമ്മിക്കണം. അതുപോലെ തന്നെ 12 mm തിക്നെസ്സിന് നമ്മൾ വോളിയം പഠിച്ചു. അതായത് ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം പഠിച്ചു. ഏതൊക്കെയാണ് അതൊന്ന് ഓർമ്മിച്ച് നോക്കിയേ. 12 mm തിക്നെസ് ആണെങ്കിൽ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത്, അതായത് ഒരു യൂണിറ്റ് പ്ലാസ്റ്ററിങ് ചെയ്യാൻ 12 mm തിക്നെസ്സിലാണെങ്കിൽ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം എത്രയാണ്? 0.15 m³ ആണ്. ഇനി 15 mm ആണെങ്കിലോ 0.165 m³ ആണ്. ഇനി 9 mm തിക്നെസ്സിലാണ് ചെയ്യുന്നതെങ്കിൽ എത്രയാണ് ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം? 0.09 m³ ആണ്. ആ വാല്യൂ ഓർമ്മ വരണം. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ പഠിച്ചു. ഏതാണ്? സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞിട്ട് 1:3, അതായത് സിമെൻറ്റ് മോർട്ടാറിൻ്റെ പ്രപ്പോർഷൻ 1:3 വരികയാണെങ്കിൽ ചെറിയ മാറ്റമുണ്ട് ഈ വാല്യൂസിന്. ഏതൊക്കെയാണ്? സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സിമെൻറ്റ് മോർട്ടാറിൻ്റെ റേഷ്യോ 1:3 വരികയാണെങ്കിൽ 12 mm തിക്നെസ്സിന് വോളിയം എത്രയാണ്? 0.14 m³ ആണ്. 15 mm ആണെങ്കിലോ 0.15 m³ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഏത് വാല്യൂസ് എടുക്കും? ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് പറയുന്നുണ്ട് റേഷ്യോ എത്രയാണ്? 1:3 ആണ്. സോ നമ്മൾ ഏത് വാല്യൂ എടുക്കുക? അതേപോലെ തന്നെ 12 mm തിക്നെസ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് വാല്യൂ എടുക്കും? 0.14 എന്ന വാല്യൂ എടുക്കും. ഓക്കെ, സ്പെഷ്യൽ കേസ് 1:3 നമ്മൾ 12 mm തിക്നെസ്സിലാണ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നതെങ്കിൽ ഒരു യൂണിറ്റ് പ്ലാസ്റ്ററിങ് ചെയ്യാൻ ആവശ്യമായ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണടാ? 0.14 m³ ആണ്. ആ വാല്യൂ ആണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതുന്നു ഇവിടെ 12 mm തിക്ക്. ഓക്കെ, 12 mm തിക്നെസ്, റേഷ്യോ എത്രയാണ്? 1:3 ആണ്. ഇങ്ങനെ നിങ്ങൾക്ക് റേഷ്യോ 1:3 എന്ന് തന്നിട്ടില്ല എങ്കിൽ നമുക്ക് ഏത് വാല്യൂ എടുക്കാം? മുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 0.15 അല്ലെങ്കിൽ 15 mm ആണെങ്കിൽ 0.165 അതെടുക്കാം. റേഷ്യോ 1:3 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഈ വാല്യൂ ആണ് എടുക്കേണ്ടത്. ഓക്കെ, അത് 12 mm തിക്നെസ് ആണെങ്കിൽ ആ വാല്യൂ എത്രയാണടാ? 0.14 m³ ആണ്. ഓക്കെ, 0.14 m³ ആണ്. ഇനി 1:3 റേഷ്യോയിൽ തന്നെ 15 mm ആണെങ്കിൽ ഏതാണ് വാല്യൂ? 0.15 ആണ്. 0.15 m³ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ ആദ്യത്തെ ആവശ്യമായ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. 12 mm തിക്നെസ്സിൽ റേഷ്യോ 1:3 ഒരു യൂണിറ്റ് പ്ലാസ്റ്ററിങ് ആണ് കേട്ടോ. ആ ഒരു കാര്യം ഓർമ്മിക്കണം. ഒരു യൂണിറ്റ് പ്ലാസ്റ്ററിങ് ആണ്. ഒരു യൂണിറ്റ് പ്ലാസ്റ്ററിങ് എന്ന് പറയുന്നത് എത്രയാണ്? 10 m² ആണ്. ആ ഒരു കാര്യം ഇവിടെ ഓർമ്മിച്ചെടുക്കണം. ഓക്കെ, ഒരു യൂണിറ്റ് പ്ലാസ്റ്ററിങ് ആണ്. ഒരു യൂണിറ്റ് പ്ലാസ്റ്ററിങ് എന്ന് പറയുന്നത് 10 m² ആണ്. അതിൻ്റെ വാല്യൂ ആണ്, അതിൻ്റെ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയമാണ് എത്ര? 0.14 m³. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്രോബ്ലത്തിലോട്ട് വരാം. നമുക്കിവിടെ 0.14 m³ എന്ന് അറിയാം. ആ വാല്യൂ നമുക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ റേഷ്യോ 1:3 ആണ്. സോ ഒരു പാർട്ട് സിമെൻറ്റ്. ഓക്കെ, ഒരു പാർട്ട് സിമെൻറ്റ്. ദെൻ ഇതുപോലത്തെ 3 പാർട്ട്
ചേരുമ്പോഴാണ് 3 പാർട്ട് എന്താകുന്നത്, ഫൈൻ അഗ്രിഗേറ്റ് ആകുന്നത്. സോ 3 പാർട്ട്. ഓക്കെ, 3 പാർട്ട്. ഇത് ഇത്രയും 3 പാർട്ട് ഫൈൻ അഗ്രിഗേറ്റ് ആണ്. ഇതേതാണ്, 1 പാർട്ട് സിമൻ്റ് ആണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 പാർട്ട് ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയമാണ് എത്ര, 0.14 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്. സോ അതിൽ നിന്ന് നമുക്ക് ഒരു പാർട്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണോടാ, 0.14 ഡിവൈഡ് ബൈ 3 ചെയ്യുന്നു. ദെൻ നമുക്ക് ഏതിൻ്റെതാണ് കണ്ടുപിടിക്കേണ്ടത്, സിമൻറ്റിൻ്റെതാണ് കണ്ടുപിടിക്കേണ്ടത്. അതോടൊപ്പം അടുത്ത ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കണം. ഞാൻ പറഞ്ഞു നേരത്തെ ഒരു യൂണിറ്റ് പ്ലാസ്റ്ററിംഗ് എന്ന് പറയുന്നത് എത്രയാണ്, 10 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞു. ഓക്കെ, 10 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞു. ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് 100 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാണ് ചോദിച്ചിരിക്കുന്നത്. 100 മീറ്റർ സ്ക്വയർ സീലിങ്ങിന് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഇൻറ്റു 10 ചെയ്യണം. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നാലടാ, ഇങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ഈ ഒരു കാര്യം വിട്ടേക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. ഇനി പറയുന്നതൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു വാല്യൂ ഓർത്ത് വെച്ചിരിക്കുക. അതായത് 10 മീറ്റർ ക്യൂബിന് 10 മീറ്റർ സ്ക്വയറിന് 10 മീറ്റർ സ്ക്വയറിൻ്റെ വോളിയമാണ് എത്ര, 0.14. ഓക്കെ, അതായത് 10 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നതാണ് ഒരു യൂണിറ്റ്. ആ ഒരു യൂണിറ്റ് പ്ലാസ്റ്ററിങ്ങിന് ആവശ്യമായ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് 0.14 ആണ്. ഇവിടെ നമുക്ക് 100 മീറ്റർ സ്ക്വയറിനാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 100 മീറ്റർ സ്ക്വയറിനാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 100 മീറ്റർ സ്ക്വയറിന് നമ്മൾ ആദ്യമേ ഈ ഒരു സ്റ്റെപ്പ്, ഇപ്പം ഞാൻ എഴുതിയ സ്റ്റെപ്പ് നിങ്ങൾ ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. 100 മീറ്റർ സ്ക്വയറിന് എത്ര ആയിരിക്കും ഇവിടെ, 10 മീറ്റർ സ്ക്വയറിന് 0.14 ആണ്. അതായത് 10 മീറ്റർ സ്ക്വയർ പ്ലാസ്റ്ററിങ് ചെയ്യാനായിട്ട് ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് 0.14 ആണ്. അപ്പോൾ 100 മീറ്റർ സ്ക്വയറിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കും, 100 മീറ്റർ സ്ക്വയറിൻ്റെ കാണാനായിട്ട് നമുക്കിവിടെ നമ്മൾ പഴയ കണക്ക് ചെയ്യുമ്പോൾ തന്നെയാണ് ഈ 100 ഇൻറ്റു 0.14 ഡിവൈഡഡ് ബൈ 10. ഓക്കെ, നമുക്കിവിടെ ചെയ്യുമ്പോൾ എത്ര കിട്ടൂടാ, 1.4 എന്ന് കിട്ടും. ഈ ഒരു ഇത്രയും ഞാൻ ഇപ്പോൾ എഴുതിയത് നിങ്ങൾ ആദ്യം കണ്ടുപിടിച്ച് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ 10 എന്നുള്ളത് കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയുന്നതാ, നമുക്ക് 12 mm തിക്നെസ്സിൽ 1:3 ആണ് ഇവിടുത്തെ റേഷ്യോ. ആ 1:3 റേഷ്യോ വെച്ചിട്ട് ഒരു യൂണിറ്റ് പ്ലാസ്റ്ററിങ്ങിന് നമ്മൾ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം എത്രയാണ്, 0.14 ആണ്. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 10 m² ആണ്. ഓക്കെ, ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 10 m² ആണ് പ്ലാസ്റ്ററിങ്ങിൻ്റെ കണ്ടീഷനിൽ. ആ 10 m² എത്ര പറയുന്നത്, 0.14 എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ 100 മീറ്റർ സ്ക്വയർ ആണ് പ്ലാസ്റ്ററിങ്ങിൻ്റെ ചെയ്യേണ്ടത്. സീലിങ്ങിൽ 100 മീറ്റർ സ്ക്വയർ ഏരിയയിലാണ് പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടത്. സോ നമ്മൾ 100 മീറ്റർ സ്ക്വയറിന് എത്ര വോളിയം എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു. അത് നമുക്ക് എത്ര കിട്ടി, 1.4 കിട്ടി. ഇനി വേറെ ഒന്നുമില്ല, ഇനി നമുക്ക് ഡയറക്റ്റ് അങ്ങ് ചെയ്യാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1.4 ഡിവൈഡഡ് ബൈ 3 ചെയ്യുന്നു, ഇൻറ്റു 1 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ ആൻസറായി. ഓക്കെ, ഇവിടെ നമുക്കിപ്പോൾ ഒരു 0.46 എന്ന് ആൻസർ കിട്ടും ഇത് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കിലോഗ്രാമിലാണ് കാണേണ്ടതെങ്കിൽ നമുക്ക് ഈ കിട്ടുന്ന ആൻസറിനെ ഇവിടെ കിട്ടിയ ഈ 0.46നെ ഇൻറ്റു 1440 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിലോഗ്രാമിൽ നിന്ന് കിട്ടി. ഇനി അതിനെ ഡിവൈഡഡ് ബൈ 50 ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ബാഗും നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയുന്നതാ, ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, 12 mm തിക്ക് പ്ലാസ്റ്ററിങ്ങിന് ചെയ്യാൻ വേണ്ടിയിട്ട് റേഷ്യോ പറയുന്നത് 1:3 ആണ്. 100 m² സീലിങ്ങിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 100 m² ആണ്. അതിന് വേണ്ടിയിട്ട് ആവശ്യമായ സിമൻറ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം നമുക്ക് അറിയാവുന്ന വാല്യൂസ് ഏതൊക്കെയെന്ന് നമ്മൾ ഓർമ്മിച്ചെടുക്കണം. അതായത് ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത് നമുക്ക് ഏതൊക്കെ വാല്യൂസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ. 12 mm തിക്നെസ് പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് ഏരിയയിൽ, ഓക്കെ, ഒരു യൂണിറ്റ് പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് 12 mm തിക്നെസ്സിൽ നമുക്ക് 0.14 ആണ് ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം. ഓക്കെ, അതായത് ഒരു യൂണിറ്റ് പ്ലാസ്റ്ററിങ് ചെയ്യാൻ 12 mm തിക്നെസ്സിൽ ഒരു യൂണിറ്റ് പ്ലാസ്റ്ററിങ് ചെയ്യാൻ
ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 0.14 മീറ്റർ ക്യൂബാണ്. അത് ഈ റേഷ്യോയുടെ കൂടെ കണക്കാക്കണം. 1:3 എന്ന റേഷ്യോയുടെ കൺസിഡർ ചെയ്യുമ്പോഴാണ് ഈ വാല്യൂ വരുന്നത്. ഓക്കെ, ദെൻ ആ റേഷ്യോ വെച്ചിട്ട് നമ്മൾ ഇവിടെ ക്വസ്റ്റ്യനിൽ എത്രയാണ് പറയുന്നത്? 100 മീറ്റർ സ്ക്വയർ എന്നാണ് പറയുന്നത് ഏരിയ. ഓക്കെ, ഈ 100 മീറ്റർ സ്ക്വയറിന് എത്ര വോളിയം എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. അത് 1.4 കിട്ടുന്നു. ദെൻ ആ 1.4 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 1.4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പാർട്ട് കിട്ടി. അതായത് ഇവിടുത്തെ റേഷ്യോ എത്രയാണ്? റേഷ്യോ 1:3 ആണ്. ഓക്കെ, റേഷ്യോ 1:3 ആണ്. സോ ഒരു പാർട്ട് സിമെൻറ്റും 3 പാർട്ട് ഫൈൻ അഗ്രിഗേറ്റുമാണ്. ആ 3 പാർട്ട് 100 m² പ്ലാസ്റ്ററിങ് ചെയ്യാൻ ആവശ്യമായ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു? 1.4 എന്ന് കണ്ടുപിടിച്ചു. ആ 1.4 എന്ന് പറയുന്നത് 3 പാർട്ട് ഫൈൻ അഗ്രിഗേറ്റ് ആണല്ലേ. റേഷ്യോ കൺസിഡർ ചെയ്യുമ്പോൾ 3 പാർട്ട് ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയമാണ് 1.4 എന്ന് പറയുന്നത്. സോ നമുക്ക് ഒരു പാർട്ടിൻ്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആ 1.4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതെന്തിന് ഈക്വലാണെന്ന് മനസ്സിലാക്കണം. സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റിക്ക് ഈക്വലാണ്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അതിന് ഈക്വൽ എന്ന് പറയുന്നത് നമ്മുടെ സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റിക്ക് ഈക്വലായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1.4 ഡിവൈഡ് ബൈ 3 വരുന്നു. ദെൻ സിമെൻറ്റിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് ഒരു പാർട്ടാണ്. സോ ആ 1 കൊണ്ട് നമ്മൾ ഇൻഡു ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ വോളിയത്തിൽ ആൻസർ കിട്ടുന്നു. ദെൻ നമുക്ക് കിലോഗ്രാമിലാണ് ആൻസർ എങ്കിൽ ആ വോളിയത്തിൽ നമ്മൾ 1440 കൊണ്ട് ഇൻഡു ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിലോഗ്രാമിൽ ആൻസർ കിട്ടുന്നു. ദെൻ ആ കിലോഗ്രാമിനെ നമ്മൾ ഡിവൈഡഡ് ബൈ 50 ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബാഗിലും നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അതാണ് ആ ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ ഫസ്റ്റ് മെത്തേഡ് നോക്കിയത്, അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് ഡാറ്റ ബുക്കിലുള്ള വാല്യൂസ് വെച്ചിട്ടുള്ളതാണ് ചെയ്തത്. ഇനി അടുത്ത് ഡ്രൈ വോളിയം ഫാക്ടർ വെച്ചിട്ട് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഡ്രൈ വോളിയം ഫാക്ടർ എടുക്കുമ്പോൾ എന്ത് കാര്യം ആദ്യം ഓർമ്മിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് മോട്ടാറാണ്. ഡ്രൈ വോളിയം ഓഫ് മോട്ടാർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഫോർമുല വരുന്നത്? വെറ്റ് വോളിയം ഓഫ് മോർട്ടാർ ഇൻറ്റു ഡ്രൈ വോളിയം ഫാക്ടർ ആണല്ലേ. വെറ്റ് വോളിയം ഓഫ് മോർട്ടാർ ഇൻറ്റു ഡ്രൈ വോളിയം ഫാക്ടർ ആണ്. നമുക്ക് ഈ കേസിൽ ഞാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 100 മീറ്റർ സ്ക്വയറിലാണ് നമുക്ക് സീലിംഗ് ചെയ്യേണ്ടത്. 100 മീറ്റർ സ്ക്വയർ സീലിങ്ങിലാണ് നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടത്. ഇവിടുത്തെ വെറ്റ് വോളിയം ഓഫ് മോർട്ടാർ എത്രയാണെന്ന് നമുക്കറിയാമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെറ്റ് വോളിയം ഓഫ് മോർട്ടാർ എത്രയാണടാ? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടോ അങ്ങനെ? ഇല്ല. നമ്മൾ വാല്യൂസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. സോ എന്ത് ചെയ്യണം? നമ്മളത് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? വെറ്റ് വോളിയം ഓഫ് മോർട്ടാർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ നമുക്ക് ഏരിയ തന്നിട്ടുണ്ട് അല്ലേ. 100 മീറ്റർ സ്ക്വയർ എന്ന് ഏരിയ തന്നിട്ടുണ്ട്. ഓക്കെ, ആ 100 മീറ്റർ സ്ക്വയർ ഏരിയ എന്നും തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തിക്നെസ്സും തന്നിട്ടുണ്ട്. സോ ആ ഏരിയനെ തിക്നെസ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? മോട്ടാറിൻ്റെ വോളിയമായി. ഈ ഒരു കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി ഓർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോർമുല എഴുതണം എന്ന് ആദ്യമേ പറഞ്ഞത്. ഓക്കെ, ഈ ഫോർമുല നമ്മൾ അതായത് ഈ ഫോർമുല ആദ്യം ആലോചിച്ചിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ടൈം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യും? ഒന്നേ നമ്മൾ 1.33 മാത്രം കൊണ്ട് നമ്മൾ ഇൻഡ്യൂ ചെയ്തങ്ങ് പോവും. അപ്പോൾ ആൻസർ തെറ്റും. ഓക്കെ, ഈ ഒരു ഫാക്ടർ കൂടെ അറിഞ്ഞിരിക്കണം. അതിനാണ് ഞാൻ ഈ ഫോർമുല നിങ്ങൾ ആദ്യം ഓർമ്മിച്ചെടുക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ആ പ്രോബ്ലത്തിലോട്ട് വരാം. അപ്പോൾ ഡ്രൈ വോളിയം ഓഫ് മോട്ടാർ എന്ന് പറയുന്നത് വെറ്റ് വോളിയം ഓഫ് മോട്ടാർ ഇൻറ്റു ഡ്രൈ വോളിയം ഫാക്ടറാണ്. നമുക്കിവിടെ വെറ്റ് വോളിയം ഓഫ് മോട്ടാർ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. സോ അത് കണ്ടുപിടിക്കാനുള്ള ഹിൻഡ് ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. ഏരിയ ഇൻറ്റു തിക്നെസ് ചെയ്യുമ്പോൾ നമുക്ക് ആ മോട്ടാറിൻ്റെ എന്തോന്നായി? വോളിയമായി. സോ അതാദ്യം ചെയ്യുക. 100 മീറ്റർ സ്ക്വയർ ആണ്. തിക്നെസ് എത്രയാണ്? തിക്നെസ് 12 mm ആണ്. അതിനെ നമ്മൾ മീറ്ററിലോട്ടാക്കുമ്പോൾ എങ്ങനെ വരും? 0.012 എന്ന് വരും. അപ്പോൾ നമുക്കൊരു ആൻസറായി. ഓക്കെ, ഇനി ഇവിടെ കിട്ടുന്ന ഈ ആൻസറിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡ്രൈ വോളിയം ഫാക്ടറായ 1.33 കൊണ്ട് ഇൻഡ്യൂ ചെയ്യേണ്ടത്. അതായത് ഫുള്ള് ഒറ്റ സ്റ്റെപ്പായിട്ട് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ വരും.
ഓക്കെ, ഒറ്റ സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് വെറ്റ് വോളിയം ഓഫ് മോട്ടാർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഏരിയ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 100 എന്ന് തന്നിട്ടുണ്ട്. ദെൻ തിക്നെസ്സും ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 12 mm എന്ന് തന്നിട്ടുണ്ട്. ആ 12 mm മീറ്റർ ആക്കുമ്പോൾ എങ്ങനെ വരും? 0.012 എന്ന് വരുന്നു. സോ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് വെറ്റ് വോളിയം ഓഫ് മോട്ടാർ കിട്ടി. ദെൻ അടുത്തെന്ത് ചെയ്യണം? ഇൻറ്റു ഡ്രൈ വോളിയം ഫാക്ടർ. മോട്ടാറിൻ്റെ ഡ്രൈ വോളിയം ഫാക്ടർ എത്രയാണ്? 1.33. ദെൻ ഇൻറ്റു നമുക്കിവിടെ റേഷ്യോ അറിയാം. റേഷ്യോ എത്രയാണ്? 1:3 ആണ്. സോ സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 1 മുകളിൽ വരുന്നു. ദെൻ 1 + 3 4 ഡിനോമിനേറ്ററിൽ വരും. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? വോളിയം കിട്ടി. സിമെൻറ്റിൻ്റെ വോളിയം കിട്ടി. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ വോളിയത്തിന് അവിടെ കിട്ടുന്ന ആൻസറിനെ ഇൻറ്റു 1440 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ? കിലോഗ്രാമിൽ കിട്ടുന്നു. ദെൻ അവിടെ കിട്ടുന്ന കിലോഗ്രാമിൽ കിട്ടുന്ന ആൻസറിനെ നമ്മൾ ഡിവൈഡഡ് ബൈ 50 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ബാഗും കിട്ടും. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കണം. ഇവിടെ ഈ വെറ്റ് വോളിയം ഓഫ് മോട്ടാർ എടുക്കുന്ന കാര്യം മറന്നു പോകരുത്. അത് ഈ രീതിയിലാണ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഡയറക്റ്റായിട്ട് 1.33 നിങ്ങൾ ചിലവർ ഇത്രയും ഭാഗം മാത്രം എഴുതുമായിരുന്നു. ഓക്കെ, അതായത് 1.33 × 1/4 എന്ന ടൈം മാത്രം എഴുതി ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ തെറ്റാണ്. കറക്റ്റായിട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഡ്രൈ വോളിയം ഫാക്ടർ എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഫോർമുല ആദ്യം വരണം. വെറ്റ് വോളിയം ഓഫ് മോട്ടാർ ഇൻറ്റു ഡ്രൈ വോളിയം ഫാക്ടർ ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ വെറ്റ് വോളിയം ഓഫ് മോട്ടാർ ഡയറക്റ്റായിട്ട് തന്നിട്ടില്ല. പക്ഷേ അതിലോട്ട് എത്താനുള്ള വഴി ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. അത് ഏതൊക്കെയാണ്? സീലിങ്ങിൽ പ്ലാസ്റ്ററിങ് ചെയ്യേണ്ട ഏരിയ 100 m² എന്ന് തന്നിട്ടുണ്ട്. അതോടൊപ്പം പ്ലാസ്റ്ററിങ്ങിൻ്റെ തിക്നെസ്സും 12 mm ആണെന്ന് തന്നിട്ടുണ്ട്. സോ ആ ഏരിയനെ തിക്നെസ് കൊണ്ട് ഇൻഡ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ആ വോളിയം കിട്ടുന്നു. അതാണ് വെറ്റ് വോളിയം ഓഫ് മോട്ടാർ. സോ നമ്മൾ പഴയത് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡ്രൈ വോളിയം ഫാക്ടർ കൊണ്ട് ഇൻഡ്യൂ ചെയ്യുന്നു. മോട്ടാറിൻ്റെ ഡ്രൈ വോളിയം ഫാക്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 1.33 ആണ്. ദെൻ ഇൻറ്റു സിമെൻറ്റിൻ്റെ റേഷ്യോ. സിമെൻറ്റ് ഒരു പാർട്ടാണുള്ളത്. സോ 1 മുകളിൽ വരുന്നു. ദെൻ 1 + 3 4 ഡിനോമിനേറ്ററിൽ വരുന്നു. അപ്പോൾ നമുക്ക് വോളിയത്തിൽ ആൻസർ കിട്ടുന്നു. ആ വോളിയത്തിന് സിമെൻറ്റിൻ്റെ ഡെൻസിറ്റി ആയ 1440 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുമ്പോൾ കിലോഗ്രാമിൽ കിട്ടുന്നു. ആ കിലോഗ്രാമിനെ നമ്മൾ ഒരു ബാഗ് സിമെൻറ്റിൻ്റെ വെയിറ്റ് ആയ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ബാഗിലും നമുക്ക് ആൻസർ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതോടൊപ്പം വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. അതോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം. താങ്ക് യു.